4 മില്യൺ ഉണ്ടാക്കണമെങ്കിൽ നീയും ആ ജീൻസ് ഇട്ട ആറിനോട് അറിയുന്നത്, നീയും നിന്റെ ഉപ്പിയും നിന്റെ ഉപ്പാപ്പിയും ഒന്നിച്ചിരുന്ന് കുണ്ടി ഒലിക്കാതെ നിൽക്കുന്ന 4 മില്യൺ കിട്ടൂല. ഇവനും ഇവന്റെ ഉപ്പും ഇവന്റെ ഉപ്പൂപ്പും ഒക്കെ കുണ്ടിട്ട് കുലുക്കിയിട്ടും ഇവൻ MRS തൊപ്പിന്ന് അറിയുള്ളൂ. ഈ വാണത്തിന്റെ പേരറിയാൻ പാടില്ലായിരിക്കും. സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് അബു സാലിമിനെ ഒരു ടീം ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരുമാതിരി ഹറാസ് ചെയ്യണ പോലെ ഇരുന്ന് ഇങ്ങനെ കുറെ കാര്യങ്ങൾ, അതായത് ഇൻസൾട്ട് ചെയ്യണം, റോസ്റ്റ് എന്ന് പറഞ്ഞ പേരിനകത്ത് ഇൻസൾട്ട് ചെയ്യണ ഒരു വീഡിയോ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായി. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് ചോദിക്കണമെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ കൽബ് എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഭാഗമായിട്ട് അവർ കൊടുത്തൊരു പ്രൊമോഷൻ പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ അവർ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടിക്ക് ഇരിക്കുന്നത്. റോസ്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അവർ ഈ പരിപാടിക്ക് ഇരിക്കുന്നത്. എന്നിട്ട് ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ ആ ഒരു സ്ഥലത്ത് ഈ അബു സാലിം എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പ്രസന്റ് അല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ ഇങ്ങനെ ഇത്രയും തരത്തിൽ അവൻ ഒരുമാതിരി മറ്റേ കൊച്ചു ചെറുക്കനാണ്, അവനെ മറ്റേ ഇതുപോലെ ചൂരല് പോലെയാണ് ഇരിക്കണത്, അതേപോലെ അവനൊരു അതാണ് എന്നൊക്കെ ഉള്ള രീതിക്കൊക്കെ ഒരുപാട് ഇവർ ഈ ഇൻസൾട്ട് ചെയ്യണ രീതിക്കുള്ള പല കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ എനിക്ക് അതിനകത്ത് മെയിനായിട്ട് എനിക്കൊരു അവർ അതിനകത്ത് അവിടെ ഇരിക്കണവനെ പറ്റിയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലും നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള പല കാര്യങ്ങളും ഇവർ പറയുന്നുണ്ട്. ഈ വിറ്റ് എന്ന് പറഞ്ഞ ടീം, വിറ്റ് എന്നാണ് ആ റോസ്റ്റിങ്ങിന്റെ അവരുടെ പേര്. അപ്പൊ അവരിരുന്ന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അത് പിന്നെ നമുക്ക് പിന്നെ അത് ഒഴിവാക്കാം. കാര്യം അവിടെ ഉള്ളവരെ പറ്റി തന്നെയാണല്ലോ ഇവർ പറയുന്നത്. പക്ഷേ ഈ അബു സാലിം എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇല്ല. അപ്പൊ അവിടെ ഇല്ലാത്തൊരു വ്യക്തിനെ പറ്റിയിട്ടാണ് ഇവർ ഇങ്ങനെ ആണെന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ അവർ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായി. പിന്നെ മറ്റേ 4 മില്യൺ എന്നൊക്കെ പറഞ്ഞ 4 മില്യൺ ഒക്കെ ഒരു പുച്ഛിക്കണ പോലെ. 4 മില്യൺ എന്ന് പറഞ്ഞത് വെറുതെ കിട്ടുന്ന സാധനമല്ല. 4 മില്യൺ ആൾക്കാർ, 40 ലക്ഷം ആൾക്കാർ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് കിട്ടുന്നതാണ് ആ ഫോളോവേഴ്സിനെ. അതിനെയൊക്കെ അവരൊരുമാതിരി പുച്ഛിച്ചൊക്കെ പറയുന്നുണ്ടായി അവിടെ. അപ്പൊ അതിനെ റിയാക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പൊ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായി. അപ്പൊ ഇപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടീം തന്നെ ഇവർക്കെതിരെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് വന്നേച്ചു. അപ്പൊ ഇപ്പൊ ഇവര് തന്നെ ഇവരുടെ ഒരു ഭാഗമായിട്ട്, അതായത് ഇതിന്റെ ഒരു റിയാക്ഷൻ, ഞങ്ങൾക്ക് കിട്ടിയ ആ ഒരു ഹെയ്റ്റിന്റെ ഒക്കെ റിയാക്ഷൻ എന്നുള്ള ഭാഗമായിട്ട് ഇവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, പുതിയൊരു വീഡിയോ. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറുമാണ്. ഒന്ന് കാണിക്കോ ആസനം? അല്ല, ഒരു ആസനം കാണിക്കോ? 4.2 മില്യൺ ഫോളോവേഴ്സിന്റെ ആസനം കാണാനല്ലേ ഇരിക്കണേ? ഇരിക്കൂടെ അല്ലേ? അല്ല, അതിന്റെ ആസനം ആർക്കും കാണണ്ട. ഇരി. ഓക്കെ, അപ്പൊ ഇവരുടെ വീഡിയോ തുടങ്ങുന്നത് തന്നെയാണ് ഇങ്ങനെ. ആ ഒരു മുമ്പത്തെ വരെ വീഡിയോനകത്ത് ഇവർ പറഞ്ഞൊരു കാര്യം ഉണ്ടായി. അതായത് ആ പുള്ളിക്കാരി, അതിനകത്തുള്ള ആക്ട്രസ് ഇങ്ങനെ ഞാൻ യോഗ ടീച്ചറാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അന്ന് ഒന്ന് ആസനം കാണിക്കുമോ എന്നുള്ള രീതിക്ക് പുള്ളി ഒരു ഡയലോഗ് അടിച്ചായിരുന്നു. അപ്പൊ അത് അന്ന് കേട്ടപ്പോഴും അതെനിക്ക് എന്താണ് ഇങ്ങനെ ചോദിച്ചത് എന്നൊക്കെ ഉള്ളത് അന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ ആ ഒരു സംഭവം ഇവർക്ക് ഒരുപാട് ഇങ്ങനെ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടായി ആ ഒരു സംഭവം. അപ്പൊ അത് വെച്ചിട്ട് തന്നെയാണ് ഇവർ ഇപ്പോഴത്തെ വീഡിയോ തുടങ്ങുന്നത് തന്നെ. അതായത് ആ പുള്ളി ഇങ്ങനെ ബാക്ക് തിരിഞ്ഞ് നിന്ന് അത് കാണിച്ചിട്ടൊക്കെ, അതായത് തുടക്കം തന്നെ ഇങ്ങനെ ഒരുമാതിരി ഓഡിയൻസിനെ ഇത്തിരി ഇതാക്കണ പോലെയാണ് ഇവരുടെ വീഡിയോ തുടങ്ങണത്. ബാക്കിയുണ്ട് കുറച്ച് നാളത്തേക്ക് കേരളത്തിന് ഇനി നല്ല ക്ഷാമമായിരിക്കും. കാരണം മൊത്തം നമ്മുടെ കമന്റ് ബോക്സിലുണ്ട്. എന്റെ കമന്റ് ബോക്സ് ശരിക്കും ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ നമ്മളെ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതിന്റെ പ്രശ്നം, അതായത് റോസ്റ്റിംഗ് മനസ്സിലാവാത്തതിന്റെ പ്രശ്നം ശരിക്കും മുന്നേ ഉണ്ട്. പണ്ട് തൊട്ട് സീരിയൽ നടന്മാര്, നടിമാര്, സിനിമാ നടന്മാര്, നടിമാര് മോശം ക്യാരക്ടേഴ്സ് ചെയ്യുന്നവര്, സിനിമയിലോ സീരിയലിലോ ക്യാരക്ടേഴ്സ് ചെയ്യുന്നതിന് അവർ റിയൽ ലൈഫിൽ പുറത്തിറങ്ങുമ്പോൾ പ്രായമുള്ള അമ്മച്ചിമാര് അങ്ങനെയാണ് പ്രോപ്പറായിട്ട് അതിനെ കൺസീവ് ചെയ്യാൻ കഴിവില്ലാത്തവർ പിടിച്ചു നിർത്തി വഴക്കുണ്ടാക്കി അടിച്ച സംഭവം അവര് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഓക്കെ, ഇപ്പൊ ഇവർ ഈ പറയുന്നത് കേട്ടപ്പോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇവർ ഏത് നൂറ്റാണ്ടിലെ കാര്യമാണ് ഇവർ ഈ പറഞ്ഞിട്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് വെച്ച്, ഞാൻ ഇപ്പൊ നമ്മൾ കണ്ടത് വെച്ച് പറയണയാണെങ്കിൽ ഇപ്പൊ വില്ലന്മാർക്ക് വരെ, അതായത് കൊടൂര വില്ലനാണെങ്കിൽ വരെ അവന് മൊത്തം ഫാൻസ് ഉള്ള, അതായത് നായകനേക്കാളും ഫാൻസ് വില്ലന്മാർക്കുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമേനകത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സിനിമേനകത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത്, എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വില്ലനാണ്, അതായത് ഇപ്പോൾ ജോക്കർ. അതേപോലെ നമുക്ക് ഈ വില്ലന്മാരോടും ഇപ്പം ആൾക്കാർക്ക് ഒരു ആരാധന തോന്നുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ വില്ലനാണോ നായകനാണോ അതൊന്നല്ല അവിടുത്തെ പ്രാധാന്യം. അയാൾ മര്യാദയ്ക്ക് അഭിനയിക്കുന്നുണ്ടോ, അയാൾ ഇങ്ങനത്തെ ക്യാരക്ടറാണ്, അതൊക്കെയാണ് ആൾക്കാർ നോക്കുന്നത്. ആവശ്യത്തിൽ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ, വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ, അതായത് നമുക്ക് കേട്ട തെറിയിൽ നിന്ന് പൊതുജനത്തിന്റെ ബോധ്യമാണ് അങ്ങനത്തെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരെ തീരെ പ്രശസ്തരല്ലാത്തവരും ആരും അറിയാത്തവരും ഒന്നും പറയാൻ പാടില്ല, കുറഞ്ഞവർ ഒന്നും പറയാൻ പാടില്ല. കളിയാക്കുന്ന മുമ്പേ പുള്ളിയുടെ ഫോളോവേഴ്സ് എത്രയുണ്ടെന്നും ഇൻസ്റ്റ ഐഡിയും ചോദിക്കണം. അവരുടെ കൺസെന്റ് പറ്റുവാണെങ്കിൽ ഫിസിക്കൽ പ്രസൻസ് എടുക്കണം.
ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു ഇതിനകത്ത് നിങ്ങൾക്ക് ഇത്രയും വിമർശനം പറയാൻ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ അബൂ സലീമിനെ പറ്റിയും അവരെയൊക്കെ പറ്റിയിട്ട് അതായത് അവരവിടെ ഇല്ല. ഈ അബൂ സലീം എന്ന് പറയുന്ന പുള്ളി അവിടെ ഇല്ല. അപ്പൊ ഇല്ലാത്തൊരാളെ പറ്റി നിങ്ങൾ ഇങ്ങനെ കിടന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരുമാതിരി ഗോളില്ലാത്ത പോസ്റ്റിൽ കയറി ഗോൾ അടിക്കാന്നൊക്കെ ഉള്ള സെറ്റപ്പില്ലേ, അതേപോലത്തെ ഒരു പരിപാടിയാണ് നിങ്ങൾ അവിടെ കിടന്ന് കാണിച്ചത്. അതുകൊണ്ടാണ് പിന്നെ ഈ അബൂ സലീം എന്ന് പറയുന്ന വ്യക്തിനോട് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ദേഷ്യവും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ ഇപ്പം നിങ്ങൾ ആൾക്കാർക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെയായിട്ട് ഈ ഊക്കി സംസാരിക്കണത് ഉണ്ടെങ്കിൽ ഇപ്പം ആൾക്കാർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുള്ളൂ നിങ്ങളെ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അബൂ സലീമിനോട് ആൾക്കാർക്ക് അത്ര വലിയ ഹെയ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് അവർ നിങ്ങൾക്കെതിരെ പറയും. അതാണ് ഇവിടെ ഉണ്ടായേക്കണത്. അപ്പൊ ഇവരുടെ ഈ വീഡിയോനകത്ത് ഇവർ പലരെ റിയാക്ഷൻ വെച്ചിട്ട് അതിനകത്ത് ഇവരുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് അത്രയും കോൺട്രവേഴ്സി ആയിട്ട് നിന്ന ആ ഒരു ടൈമിനകത്ത് വന്ന ഒരു റിയാക്ഷൻ ആയിരുന്നു തൊപ്പിയുടെ ഒരു ഇത്, അതായത് തൊപ്പി ഇവർക്കെതിരെ പറയുന്ന ഒരു വീഡിയോ. നമുക്ക് ആദ്യം ആ തൊപ്പിയുടെ ആ റിയാക്ഷൻ ഒന്ന് നമുക്ക് കണ്ടുപോകാം. അത് കോമഡി. ഇവരെല്ലാം ഈ റീച്ചിന് വേണ്ടി ഇത്ര ഇൻസൾട്ട് ചെയ്ത് ചെക്കന അബൂ സലീമിനെ ഇത്ര ഇൻസൾട്ട് ചെയ്ത് ഇത്ര റീച്ച് കയറ്റി ഇവര് എന്നിട്ട് പോലും ഇവന്മാരെ പേരാർക്കും അറിയില്ല. അതാണ് കോമഡി. 4 മില്യൺ ഫോളോവേഴ്സ് ആണ്. 4 മില്യൺ ഇല്ലല്ലോ, നമ്മള് പണി നിർത്തേണ്ടി വരും. ഉണ്ടാക്കണുണ്ടല്ലോ 4 മില്യൺ ഉണ്ടാക്കണമെങ്കിൽ നീയും ജീൻസ് ഇട്ട അറിയില്ലോളാ അറിയുന്നത്. നീയും നിന്റെ ഉപ്പിയും നിന്റെ ഉപ്പാപ്പിയും ഒന്നിച്ചിരുന്ന് കുണ്ടി ഒലിക്കാതെ നിൽക്കുന്ന 4 മില്യൺ കിട്ടൂല. മനസ്സിലായോ? ഓക്കെ, അപ്പൊ തൊപ്പിയുടെ ഈ ഒരു റിയാക്ഷനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തൊപ്പി പറയുന്നത് ശരിയാണ്. അത് ഇത്തിരി ഹാർഷ് ആയിട്ടുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു സമയത്ത് അത് കണ്ടപ്പോഴത്തേക്കും അത് അവർ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കുറെയൊക്കെ ഒരു പരിധി വരെ. പക്ഷെ തൊപ്പി അതിനകത്ത് പറയുന്ന വേറെ പല കാര്യങ്ങളുണ്ട്. അതായത് ബോഡി ഷേമിംഗ് ആയിട്ടുള്ള രീതിക്കും കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നുണ്ട്. പക്ഷെ അതിനോടൊന്നും ഞാൻ യോജിക്കുള്ള. പക്ഷെ എന്നാലും അവർ പറഞ്ഞ ആ ഒരു ഇതിന് കുറെയൊക്കെ തൊപ്പിയുടെ അത് അവർ ഡിസർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോനെ എതിരെയും അവരൊരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും കണ്ടു. ഈ അമേരിക്കക്കാരന് ഫോളോ ചെയ്യാനല്ലേ നീ? എടാ ഇത് മറ്റേ വളിവാണെന്ന്. ഇല്ലല്ല പുള്ളി ഇത് ഇവൻ ഫേമസാ. എന്റെ പേരെന്താ? ഇവന്റെ പേര് തൊപ്പിന്നാണ് അറിയുന്നത്. ശരിക്കുള്ള പേരൊന്നും അറിയില്ല. ഈ വാണം നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക്. ഓക്കെ, അപ്പൊ ഇവരുടെ തുടക്കം തന്നെ ഇവർ ഇങ്ങനത്തെ ഒരു രീതിനകത്താണ് തുടങ്ങുന്നത്. അതായത് തൊപ്പിയുടെ ചിലപ്പോൾ അത് കണ്ടിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ ഒരാൾ നമ്മളെ പറ്റി ഇപ്പൊ തൊപ്പി പറഞ്ഞ രീതിക്ക് നമ്മളോട് പറയുന്നതാണെങ്കിൽ അയാളോട് നമുക്ക് അങ്ങനെ ഭയങ്കര സ്നേഹമോ അങ്ങനത്തെ പരിപാടികളൊന്നും ആയിക്കില്ലല്ലോ അയാളോട് തോന്നുന്നത്. ഉറപ്പായിട്ട് അയാളോട് നമുക്ക് ദേഷ്യം ഉണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കും അവരിങ്ങനെ പറയുന്നത്. 4 മില്യൺ കിട്ടണമെങ്കിൽ ഉപ്പയും കുണ്ടിട്ടാട്ടണം. അപ്പോഴേ 4 മില്യൺ കിട്ടത്തുള്ളൂ. ഇവനും ഇവന്റെ ഉപ്പും ഇവന്റെ ഉപ്പൂപ്പും ഒക്കെ കുണ്ടിട്ട് കുലുക്കിയിട്ടും ഇവൻ MRS തൊപ്പിന്ന് അറിയുള്ളൂ. ഈ വാണത്തിന്റെ പേരറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ നിന്റെ ഉപ്പൂപ്പാനോട് നല്ല പോലെ കുണ്ടി കുലുക്കാൻ പറയാം. നിന്റെ പേരൊന്ന് കുലുങ്ങി പുറത്തേക്ക് വരണ്ട. ഓക്കെ, എന്തായാലും നിങ്ങളെക്കാളും നന്നായിട്ട് തൊപ്പിയുടെ പേര് ബാക്കിയുള്ളവർക്ക് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ തൊപ്പിയുടെ പേര് നിഹാദ് എന്ന് എനിക്കറിയാം. അതേപോലെ പലർക്കും അറിയായിരിക്കും തൊപ്പിയുടെ റിയൽ നെയിം എന്താണെന്ന്. പക്ഷെ നിങ്ങളുടെ പേര് എത്ര പേർക്ക് അറിയാന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഇവൻ കടിച്ച പേപ്പട്ടിയുടെ ഇതെടുക്കേണ്ടി വരും. കഷ്ടപ്പെട്ടാലും 5 രൂപ 5 രൂപ കൊടുത്താൽ മതിയടാ. ഇവൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതില്. എനിക്ക് കളിക്കണം ഇപ്പോൾ എടാ 5 രൂപ കളിക്കാൻ പോകുന്നത് 5 രൂപ കളിക്കാൻ പോകുന്ന വാണം. ഓക്കെ, അപ്പൊ ഇവരുടെ വായെന്ന് വരുന്ന പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ തൊപ്പി പറഞ്ഞ ആ ഒരു അതായത് നമ്മളെ എങ്ങനെയാണോ ഒരാൾ വിമർശിക്കണം അതേപോലെ തന്നെ നമ്മൾ തിരിച്ച് വിമർശിക്കണം എന്നുള്ള രീതിക്കൊക്കെ നോക്കുമ്പോൾ ഇവരുടെ വായെന്ന് വരുന്നത് ഓക്കെ. പക്ഷെ നമ്മളെ പറ്റി ഒരാൾ ഇത്രയും മോശമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മളും അയാളുടെ പോലെ അങ്ങോട്ട് അതേ മോശമായിട്ട് രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളും അയാളായിട്ട് എന്താ വ്യത്യാസം? ഇതല്ല ഇവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ. ഇവൻ എവിടെയോ പേറ്റിഎം മറ്റേ ഇത് വെച്ചിട്ട് ആസനത്തിലൊരു QR കോഡും വെച്ച നടക്കുന്നത്. അവിടെ കുണ്ടന്നൂർ പാലത്തിന്റെ താരം ഒരു QR കോഡ് ഇല്ല, അത് ഇവന്റെ ആസനമാണ്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇവരുടെ റിയാക്ഷൻ. ഇതിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഞാൻ വെക്കുന്നുള്ളൂ. ഈ തൊപ്പിയുടെ ഇത് മാത്രമേ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വെക്കണമെന്ന് തോന്നിയോണ്ട് മാത്രം ഞാൻ ഈ ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ ഇവർ ഈ പറഞ്ഞതിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ പറ്റി ഓരോരുത്തരും പല രീതിക്ക് നമുക്കിപ്പോൾ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരും. നിങ്ങളാ പറഞ്ഞതിന് അന്നും ഇന്നും ഞാൻ അതിനെതിരെ തന്നെയാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞതിനോട് ഒട്ടും യോജിക്കും
യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ അന്ന് ആ റോസ്റ്റ് എന്ന് പറഞ്ഞ് അവിടെ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞത്. അതിപ്പോ അന്നാണെങ്കിൽ ഇന്നാണെങ്കിൽ ഇന്ന് നിങ്ങളിപ്പോ ഇവിടെ വന്നിരുന്ന് ഭയങ്കര രീതിക്കൊക്കെ ന്യായീകരണമൊക്കെ കണ്ടായിരുന്നു. പല രീതിക്കുള്ള റോസ്റ്റുകളൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണെന്നൊക്കെ ഉള്ള രീതിക്ക് നിങ്ങൾ പറയാനേ കേട്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ ഇവിടത്തെ ഈ ഒരു സമൂഹത്തിനകത്ത് വന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറെ കൂടെ ശ്രദ്ധിക്കണം. അതേപോലത്തെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ വായന ആ ഒരു റോസ്റ്റിന് സമയത്ത് വന്ന് അപ്പൊ അതൊന്നും എനിക്ക് അങ്ങോട്ട് ഒട്ടും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് കുറെയൊക്കെ നമ്മൾ ഇത് എൻജോയ് ചെയ്യും. പക്ഷെ എന്നാലും അവിടെ പ്രസന്റ് ആവാത്ത ഒരാളെ പറ്റി നിങ്ങൾ പറഞ്ഞത്, അതേപോലെ ബോഡി ഷെയിം ചെയ്യുന്നത്, അതേപോലെ നിങ്ങൾ പല കാര്യങ്ങളും അവിടെ ഇരുന്ന് പറഞ്ഞതിനോടും എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഇത്രയാണ് ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയാൻ തോന്നി. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് ഇടുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ടാറ്റ ബൈ ബൈ, സീ യു.